പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷത്തിന്റെ രീതികൾ, സെറ്റിംഗ് ഓഫ് ദി സ്റ്റോറി എല്ലാം ഈ ടൈപ്പാണ്. ബട്ട് ഇൻ ഹാഫ് നീ പറഞ്ഞത് കൊണ്ട് ഞാൻ ചെയ്യാവുന്ന പ്രൊഫഷനില്ല, ഇടമില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് മാർത്തായും അതല്ലേ പറഞ്ഞത്. അവനെ എവിടെയാണ് സംസ്കരിച്ചിരിക്കണമെന്ന് ചോദിക്കണില്ലേ ലാസന്റെ സൗകര്യത്തെങ്കിലേ. അപ്പോഴും മാർത്ത എന്താ പറഞ്ഞത്? 11:39 വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ മാർത്ത പറയും, കർത്താവേ അവനെ അടക്കിയിട്ട് 4 ദിവസമായില്ലേ, ഇപ്പം ദുർഗന്ധമായിരിക്കും. ബട്ട് എനി ഹാഫ് അവനെ അടക്കിയിട്ട് 4 ദിവസമായി, ഇപ്പോൾ ദുർഗന്ധമായിരിക്കും. നോ സ്പേസ്. ബട്ട് എനി ഹാഫ് എങ്കിലും നീ പറഞ്ഞത് കൊണ്ട് ഈ കല്ലറയുടെ വാതുക്കൽ കല്ല് ഞങ്ങൾ മാറ്റുവന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സുഖമായാലും നാട്ടം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തന്റെ വീടും. നാളുമായാലും നാട്ടം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തന്റെ വീടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നുമ്പോൾ ചെങ്കൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നുമ്പോൾ ചെങ്കൽ ഉണ്ടാകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും. ഏറ്റു പ്രാർത്ഥികർത്താവായ ദൈവമേ, ദാസന്റെ ശവകുടീരത്തിന്റെ വാതുക്കല്ലുകളെ എടുത്തു മാറ്റിയവരുടെ വിശ്വാസത്താൽ കർത്താവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. എന്ത് ദുർഗന്ധം പകർന്നെന്ന് പറഞ്ഞാലും, മരിച്ചിട്ട് 4 ദിവസമായാലും, ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാലും, എങ്കിലും നീ പറഞ്ഞത് കൊണ്ട് കർത്താവിൻ്റെ വാക്കിനാണ് വിശ്വാസം. വിശ്വാസം എവിടുന്നാണ് വരുന്നത് മക്കളെ? കർത്താവിൻ്റെ വാക്ക് ആണ് വിശ്വാസം. നമുക്ക് വിശ്വാസം തന്നെ അതാണ് സെൻറ്റ് പോൾ എന്താ പറയണത്? വിശ്വാസം കേൾവിയിൽ നിന്നും. അതാണ് നമ്മുടെ വിശ്വാസം. സാധാരണ കോമൺ ഫെയ്ത്ത് ഉണ്ടാവും മനുഷ്യൻ്റെ, മാനുഷികമായ ഹ്യൂമൻ ഫെയ്ത്ത്. നമ്മളത് ഡിവൈൻ ഫെയ്ത്താ, ഹ്യൂമൻ ഫെയ്ത്ത് അല്ല. എന്താണ് നമ്മൾ വിശ്വസിക്കണത്? കർത്താവിൻ്റെ വാക്കിലാണ്. കർത്താവിൻ്റെ വാക്കിലാണ്. വാക്ക് നിങ്ങളത് പ്രാർത്ഥിക്കണം. കർത്താവേ അങ്ങയുടെ വചനത്തില് ജീവിതത്തിന്റെ അവസ്ഥകള് എന്ത് തന്നെ ആയാലും അങ്ങ് പറഞ്ഞത് കൊണ്ട് പ്രവർത്തിക്കാൻ ആവശ്യമായ സുവിശേഷ വിശ്വാസത്താൽ എന്നെ ഇപ്പോഴേ അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശരിക്കും പറഞ്ഞ ഇതൊരു ഫോർമുലയാണ്. കർത്താവിനെ നമുക്ക് അപ്രതീക്ഷിതമാവും അയോഗ്യവുമായ സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സൗഖ്യവും ദൈവത്തിൻ്റെ ഇടപെടല് ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു ഡിവൈൻ ഫോർമുലയാണ്. ബട്ട് ഇൻ ഹാവ് നീ പറഞ്ഞതനുസരിച്ച് ഉണ്ട്. എങ്കിലും അമ്മയും അങ്ങനെയല്ലേ? അമ്മയുടെ വിശ്വാസത്തിന് അടിസ്ഥാനം അത് തന്നെയാ. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോഴേ അമ്മ ഉടനെ പറഞ്ഞു, ജീവിതകാലം മുഴുവൻ കന്യകയായിട്ട് ജീവിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പുരുഷനെ അറിയാൻ ഉദ്ദേശിക്കണില്ല. അങ്ങനെയാണ് അത് അപ്പായ്ക്കും അറിയാമല്ലോ, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന്. അപ്പോഴേ മാലാഖ പറഞ്ഞു, ദാറ്റ്സ് ഓക്കെ, നിന്റെ ആ തീരുമാനത്തെ ഹോണർ ചെയ്യുന്നുണ്ട്, അപ്പ അംഗീകരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതിന് പകരം. അത് കാരണം നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നവൻ അത്യുന്നതൻ ദൈവപുത്രനെന്നാണ് വിളിക്കപ്പെടുക. അതിമനോഹരമാണ് ആ വചനങ്ങളെല്ലാം. 41:34 വചനങ്ങൾ. അപ്പോഴമ്മ തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട്. എന്താ അമ്മ പറയണത്? Behold, the handmaid of the Lord, be it done to me according to thy word. അവിടെ എന്താ? നീ പറഞ്ഞതനുസരിച്ച്. അതാണ് സംഭവം. അവിടെ എന്താ പറയണത്? ഈ 10 ദിവസം അതിന് ശേഷമാണ് 10 ദിവസം പറയണത്. 5 അമ്മയാണ് ആദ്യം പറഞ്ഞത്, ഞാൻ പുരുഷനെ അറിയുന്നില്ല. അപ്പം അപ്പാ പറഞ്ഞു, പരിശുദ്ധാത്മാവിനാലാണ് ഈശോ എൻ്റെ ഉദരത്തിലാകുക എന്ന് പറഞ്ഞപ്പോൾ നീ പറഞ്ഞതനുസരിച്ച്. ഇതാ കർത്താവിൻ്റെ ദാസി. ലൂക്ക 1:38 എന്താ പറയണത്? നീ പറഞ്ഞതനുസരിച്ച് സംഭവിക്കട്ടെ, ഞാൻ ആ വാക്കിൽ വിശ്വസിക്കുന്നുവെന്ന്. അതാണ് അമ്മയെ കാണുമ്പോൾ എലിസബത്ത് പറയണത്, മേരി യു ആർ ബ്ലെസ്ഡ്, യു ആർ ഗ്രേറ്റ്. എന്താണ് കാര്യം? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ. ലൂക്ക 1:45 കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു. നീ പക്ഷെ അറിയുന്നില്ല, കന്യയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴും അതാണ് നിന്റെ സിറ്റുവേഷനെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ പോലും ദൈവത്തിന് there is option. അതാണ് കർത്താവിടൊക്കെ പറയണത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന്. കാര്യം എന്താണ്? എങ്ങനെ വിശ്വസിക്കണം? നീ പറഞ്ഞ അനുസരിച്ച് വിശ്വസിക്കണം. കർത്താവിന്റെ വചനം അനുസരിച്ച് വിശ്വസിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് വിശ്വസിക്കുവാൻ, വിശ്വസിച്ചുകൊണ്ട് ഉണർത്തുവാൻ, വിശ്വസിച്ചുകൊണ്ട് വചനത്തെ ആവശ്യമാക്കുവാൻ, വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയായി മാറുവാൻ, ലോകത്തിന് യേശുവിനെ നൽകുവാൻ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ശ്രുതികടേ, ശ്രുതികടേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എല്ലാ ഗൂഗിൾ മീറ്റുകളിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. ഈ അൾത്താറയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ വലിയ രോഗങ്ങൾ സുഖപ്പെടുകയും
അവർ തിരിച്ച് അടുത്ത ആഴ്ച തന്നെ അത് ഓൺലൈനിൽ സാക്ഷ്യം പറയുകയും ചെയ്യുന്നത്. ഇത് മനോഹരമായ ഒരു അൾത്താരയാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഈശോയുടെ തിരുസന്നിധി. നിങ്ങൾ ഏത് രാജ്യത്തിലാണ് ഇപ്പോൾ ഈ ആരാധന കൂടുന്നതും അതൊന്നും നിങ്ങളെ അൾത്താരയുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ദൈവത്തിന് അകലമില്ല, ദൈവത്തിന് അകലമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളെ വളരെ ഏകാഗ്രതയോടുകൂടിയാണ് ഇനിയുള്ള ആരാധന സമയത്ത് പ്രാർത്ഥിക്കുന്നത്. ഏത് സമയത്തും എന്തും ദൈവികമായ വലിയ ഇടപെടൽ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. രോഗികൾ പ്രത്യേകിച്ച് കർത്താവേ വിശുദ്ധ രക്തത്താൽ എല്ലാ രോഗികളെയും ഈ ലൈനില് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മുഴുവൻ രോഗികളെ കർത്താവേ, ശരീരം മുഴുവനും ചലമായവര്, ചൊറിയായവര്, ചിലങ്ങായവര്, ചുണങ്ങായവര്, ത്വക്ക് രോഗികളെ, വിശപ്പ് രോഗികളെ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ അമ്മമാതാവിന്റെ മധ്യസ്ഥതയിലെ പരിപൂർണമായി അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ. Praise the Lord. My name is Tess James. I'm coming from Houston, Texas. I belong to the parish of St. Joseph's Church, and I am here to praise the Lord Jesus for the blessings that I have received through Kripasana Mother, the covenant that I have taken in March 1st of 2020. But before the covenant, Mother Mary has come to my life amazingly when I was suffering from lupus, and that was in 2019. I was diagnosed with lupus, and before that, my parents came to here and got Mother Mary's paper and the salt and the divine oil, and they came to United States and brought Mother Mary to my own home. When Mother came to my home, I immediately felt the difference. Mother was amazing. She touched my life every way that you can think of. There is nobody out there who can touch you more than the Mother. I call my mom like, Mama, please come to me. This is the time I need you. I am broken. My heart is broken. I am painful. I cannot get up. I couldn't walk with my lupus. My whole body was suffering with the tissues from my skin was breaking apart. I couldn't even get out. I had to put tissues behind my ears that I couldn't even walk. And that's the time I called upon the Lord, and I used the Habakkuk 3:19, that I was running like the antelope. My feet were stronger than anything else, and my Lord has blessed me through Kripasana Mother. I use the oil every single day. I don't stop at all. The oil is this is $1 million. My oil is $1 million worth, maybe worth than the gems or the diamonds. And the salt is amazing. You take one little bit of that salt, and that's going to bless you, heal you amazingly. And that's my healing that happened with the lupus. People don't survive with lupus. They have a progressive disease. This is an autoimmune disease. It affects their heart. It affects their skin. Amazingly, my Lord has touched me. I have mixed connective tissue disease and the lupus, and they coexist. And when that happens in our life, we are going to suffer with the cerebral spasm, coronary spasm, intestinal spasm. All three of them come together, and then you are just brought to the emergency room as if like you couldn't live without medications. And with Mother Mary on board, she has given me the oil and the blessed salt, and I was healed instantly. Every single time I have pain, I would call upon my Lord Jesus and say, in the name of Jesus, I am using the salt and the oil that I have received from Kripasanam, and I've been healing immediately, and I can get up and walk. That was one of my healing that I have received from Kripasanam after taking the covenant. The next thing I wanted to also talk about is that I was given the newspaper from here, which is the divine paper. That paper has miracle. I have taken it to United States and asked my mission of taking Kripasana Mother to the whole wide world. My
mission was to go to every single church. These are churches that speak Spanish languages and different languages. And the churches that I walk into, and one of the churches, I asked the priest, Father, I belong to India. I come from India. We have a mother who has had a apparition in Karbasanam, and I would like to share that with this whole community, this whole congregation. And the priest immediately told me, yes, of course, you may come. And he invited me right in the middle of the homily. That's when the father finishes the gospel reading and the homily, and then he said, please come on over. And I went on to the altar, and I declared in front of the whole wide world how powerful our Mother Mary is. And one of the persons in there was suffering from intestinal obstruction, and she had 3 surgeries, and she was not healing. And with her coming out of the church, I ran to her. I didn't know that was her problem. I ran to her and I said, do you know Mother Mary? And she goes like, I love Mother Mary. I said, okay, I have a mother who is in India, and she is coming to every single people's life. You just call her and she will come right to you. And she said, give me that, Mom. And I told her, this is the newspaper, and I gave her the newspaper, and she said, I told her, put the newspaper right where the surgery is. Intestinal obstruction means like you have your intestine is like so complicated that it is actually not able to pass anything through, and you have to have multiple surgeries to open it up. When you have the surgery, you have adhesions. That means like surgery after surgeries, you have to go through the whole same problems over and over. And this time, she had already gone through 3 surgeries, and after that, she told me that I am devastated. I have nobody to go to. I have been to many, many hospitals. I said, take this paper, go home, put this paper on your belly, and pray every single day. And I said, I'm going to pray to Mother Mary in Karbasanam, and you will be healed. Within 30 days, her wound was healed, and she's a pharmacist. She went back to work within 30 days, and she came, and she is in our international website giving the testimony. So I wanted to tell you how powerful Mother Mary is. Our Karbasanam mother is amazing. Mama Mary is no short than anything but the power of the Lord Jesus pouring out to each and single one of us. So when we call upon Mom, she will never let us down. She is with us every step of the way. You just have to call her. You trust your Lord, and you tell, Mom, please take me to the Lord. She will take you. I have so many dreams that Mom came to me. One of the dreams I wanted to tell you, I like to do mission works. I will take food to the people, the poor people. I would like to go around our inner cities where people are like walking around with no shirts, nothing like that. So I like to do like something special, right? Achan always says like, Joseph Achan will say, you have to do something more than what you're supposed to do. You don't just do something like just drop off the food and then just walk away. I wanted to do something different. So what I did is I made a picnic for the poor people. So I went there, I got all the picnic paper, things that I need to, and I also made a t-shirt for the poor people. So it looks like this. So this is the t-shirt I made, and you don't believe. One of the person that came there, he did not have a shirt on, and he asked me, can I have this shirt? And I said, of course, this is for you. So when I gave the shirt, I am giving Mother Mary to that person, and I told him, like, I know you don't know Mother Mary from India, but if you keep this mom with you, she will come to you. She instantly comes to your home, and she will heal you. And that boy, he may be like in his 20s, and he walked away. And that is the best thing that you can do. I don't care who it is. I run to the people. No matter who that person is, I don't care. I run to them and I tell them like, hey, by the way, I'm from India. I wanted to share Mother Mary with all of you. Do you know Mother Mary in India? I know you know Guadalupe. I know you know Lourdes. I know you know Fatima. You know Medjugorje. But you don't know Karbasanam. Karbasanam Mother is instantly coming to you. She walks with you. She travels with you. You call her. She will come to your home every step of the way. So that's how I introduce our mom to every single person I meet in my daily life. And that's one of the spiritual things, that gospel things that I do in my life. And I also go, feed the poor, and I also take the food to the people that does not have in the corner of the houses where they have like abandoned places, and I sit down and talk to them. I do massages for the people. There are people who there is so many
people we don't even know. We think that America don't have poor people. There's so many of them. They are suffering. They are more suffering than that we can even think of. So I reach out to them. Some of them I even massage them, and I tell them, like, I am not doing this just for the fun of it. I'm doing it because I want the Lord to be present here, so you know that it's not me who is doing it, it's the Lord that's touching your life. Because our Lord Jesus don't have the eyes, ears, or hands to reach out to the people. We are the one. So Kripasanam is the place where you come and you reach out to the people, and you be the person of that. Your face will shine like anything else when Jesus comes to you and Mother Mary travels with you. So this is my testimony, where our Lord Jesus has touched many, many lives. And I have so much to say. I can stand here and say all day long, because it will not stop. Because every single day when my mom came to me, I never stopped. Every single day I feel my mom. Without my mom, I cannot live. My life, my covenant life is my special life, and it will never go away from my life again. That is my life, that I go to church every single day. I have confession, and you don't know that how I prepared myself to come here to do this testimony. This is amazing miracle, that when I was coming from United States, I had to take 6 flights to get here. I wanted to do the testimony on Monday morning. I never reached here. So I came in here Tuesday, and then I asked Mom, can I come? And Mother said, no, you didn't do confession. So I went for confession and mass this morning, and then I ran over here. On my way here, there's 2.5 hours of drive. Our road was open like this, carpet like this. There was not a single vehicle right in front of us. Amazing. And I did my Akhanda Javamala throughout. And I said, Mom, I want to be your witness. I want the whole world to know how amazing you are. And thank you, Jesus, and thank you, Mother Mary, for giving me this opportunity. And I would be always with you. Please be mine all the time. Thank you, Mother Mary and Jesus, for this great time that you have given to me. And thank you for all the blessings. ആവേ മരിയ. എൻ്റെ പേര് ആൽബി ബിനോയ്. ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്ത് നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ജൂലൈ മാസമാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാനിപ്പോൾ ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കുകയാണ്. 2024 മെയ് മാസം 27-ാം തീയതിയാണ് ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നത്. ഞാൻ പോകുമ്പോൾ എൻ്റെ വിസ വർക്കിംഗ് വിസയായിരുന്നു. സോഷ്യൽ വർക്കിംഗ് വിസയായിട്ടാണ് ഞാൻ പോകുന്നത്. 4 മാസത്തെ. സെപ്റ്റംബർ 30 വരെയായിരുന്നു എനിക്ക് വിസ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒക്ടോബർ 1 മുതൽ എനിക്ക് നേഴ്സിംഗ് ആരംഭിക്കുകയും അതിനു മുന്നേ തന്നെ വിസ സ്റ്റുഡൻറ്റ് വിസയായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും വേണമായിരുന്നു. അപ്പോൾ എൻ്റെ പേപ്പർ വർക്ക് എല്ലാം ചെയ്യുന്നത് അവിടെ ഉള്ളവർ തന്നെയായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 27-ാം തീയതി വെള്ളിയാഴ്ച രാത്രിയിൽ അവിടെ നിന്ന് തന്നെ വിളിച്ചിട്ട് അവർ പറയുകയാണ്, എനിക്ക് വിസ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇതുവരെ ഡേറ്റ് ലഭിച്ചിട്ടില്ല. 30-ാം തീയതി വരെ വിസയുള്ളൂ. 1-ാം തീയതിക്ക് മുന്നേ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് തിരിച്ചു പോരേണ്ടി വരുമെന്ന്. അത് വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം ആയിട്ട് തിങ്കളാഴ്ച 30-ാം തീയതിയാണ് അവസാനത്തെ ദിവസം. അവിടെ ഓഫീസിൽ ചെന്ന് അവരോട് സംസാരിക്കാം, എല്ലാവരെയും കൂട്ടി ഉദ്യോഗസ്ഥരെയൊക്കെ കൂട്ടി പോയി സംസാരിക്കാം. അന്ന് അവിടുന്ന് ഒന്നും നടന്നില്ല എങ്കിൽ തിരിച്ചു പോകേണ്ടി തന്നെ വരും എന്നവർ പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ അന്നേരം അമ്മേനെ വിളിച്ചു. അമ്മേനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അമ്മ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മാതാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അന്ന് വൈകിട്ട് കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാൻ വരാനിരിക്കുകയായിരുന്നു. അമ്മ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം മാതാവിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ട് വരാം, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രൂപം, കൃപാസന മാതാവിൻ്റെ രൂപം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയത് അവിടെ തിരി കത്തിച്ച് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്തു വെച്ചു, ഉടമ്പടി പത്രിക എടുത്തു വെച്ചു, അതിൻ്റെ മുകളിൽ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. അവിടെ മുട്ടയിൽ നിന്ന് കൈവിരിച്ച് പിടിച്ച് ഒരു നൊവേന പോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 9 തവണ ചൊല്ലി, വിശ്വാസ പ്രമാണവും എത്രയും തേളമാതാവേയും ചൊല്ലി പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം അവർ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ശനി ഞായറും ഒന്നും ചെയ്യാനില്ല, അവിടുത്തെ ഓഫീസൊന്നും ഓപ്പൺ ആയിരിക്കില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ അത് തിങ്കളാഴ്ച മാത്രമേ പറ്റുള്ളൂന്ന്. അത് ഞാൻ അമ്മയോട് പറഞ്ഞു. പക്ഷേ അമ്മ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് അമ്മയ്ക്ക് ഇവിടെ വെച്ച് കുറച്ച് അനുഭവങ്ങളുണ്ടായി. അന്ന് വെള്ളിയാഴ്ച രാത്രി കിടന്നുറങ്ങിയപ്പോൾ അമ്മ ഒരു സ്വപ്നം കണ്ടു. അമ്മ ഇങ്ങനെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി പത്രിക മറന്നിട്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ
ഒരു വെള്ള സാരി ഉടുത്തിയ ഒരു സ്ത്രീ കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ ഉടമ്പടി പത്രിക കൊടുക്കുന്നതായിട്ട് അമ്മ സ്വപ്നം കണ്ടു. അത് അമ്മ ആരോടും പറഞ്ഞില്ല. അന്നേരം തന്നെ അമ്മ എണീറ്റ് ഉടമ്പടി പത്രിക നോക്കിയപ്പോൾ അമ്മ എടുത്തു വെച്ചിട്ടില്ല. അതെടുത്ത് ബാഗ് വെച്ചു. എന്നിട്ട് അവിടുന്ന് കുറച്ച് പേര് ചേർന്ന് ഒരു വണ്ടിക്കാണ് കൃപാസനത്തിലേക്ക് വരിക. അപ്പം അമ്മ വണ്ടിയിൽ വെച്ചിട്ട് അമ്മയ്ക്കൊരു തോന്നൽ, ഇതെല്ലാവരോടും ഈ സ്വപ്നം എല്ലാവരോടും പറ എന്നൊരു ഉള്ളിൽ നിന്നൊരു തോന്നൽ തോന്നി. അപ്പം അമ്മ ഇങ്ങനെ അതെല്ലാവരോടും പറഞ്ഞു, ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി ഉടമ്പടി പത്രിക എടുക്കാൻ മറന്നു. ഉടനെ തന്നെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഉടമ്പടി പത്രിക എടുത്തു. അതുപോലെ ഇവിടെ വന്ന ഉടമ്പടി ക്ലാസ്സിൻ്റെ സമയത്ത് അമ്മ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ രാത്രി 12 മണിക്ക് അവിടുന്ന് പോരണം, എങ്കിലേ ഇവിടെ രാവിലെ വന്ന് ടോക്കണൊക്കെ കിട്ടി പുതുക്കാൻ പറ്റുള്ളൂ. മാതാവിന് നന്ദി. ഞാനന്നേരം രാവിലെ ഇവിടെ വന്നിരുന്നു ഉടമ്പടി ക്ലാസ് കൂടിക്കൊണ്ടിരുന്നപ്പോഴേക്കും എനിക്ക് നന്നായി ഉറക്കം തൂങ്ങാൻ തുടങ്ങി. ആദ്യം ഉറക്കം തൂങ്ങിയപ്പോഴേക്കും എന്നെ ആരോ ഇങ്ങനെ തട്ടുന്ന പോലെ തോന്നി. പക്ഷേ കണ്ണ് തുറന്നു ഞാനിങ്ങനെ നോക്കി, അടുത്തിരിക്കുന്ന ചേച്ചിയായിരിക്കും, ചമ്മലുകൊണ്ട് ചേച്ചിയെ ഞാൻ നോക്കിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് ക്ലാസ് കൂടി, പിന്നെ ഉറങ്ങി, മൂന്നാമതൊരു തട്ട് കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ചെയറിൽ നിന്ന് താഴെ പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ കണ്ണ് തുറന്ന് പെട്ടെന്ന് ഞാൻ അടുത്തിരുന്ന് ചേച്ചിയെ നോക്കിയപ്പോഴേക്കും ചേച്ചി ഇരുന്ന് ഉറക്കം തൂങ്ങുന്നതാണ് ഞാൻ കണ്ടത്. പെട്ടെന്ന് എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ലഭിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ സാന്നിധ്യമായിരുന്നു, മാതാവാണ് എന്നെ തട്ടി എണീപ്പിച്ചതെന്ന്. പിന്നെ ഞാൻ ഒരിക്കൽ പോലും ഈ കൃപാസനത്തിൽ വന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ അന്ന് തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മകളെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഇല്ല, ഒരു അപ്ഡേഷനും വന്നില്ല, എനിക്കിതുവരെ വിസയുടെ ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊട്ടും പേടി തോന്നുന്നില്ല, മാതാവ് ഇടപെട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു അടയാളം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എങ്കിലും അവൾ പറഞ്ഞു, ഇല്ലമ്മേ, എന്തായാലും ഞായറാഴ്ച ഒരു അപ്ഡേഷനും ഉണ്ടാവത്തില്ല, കാരണം ഞായറാഴ്ച ഇവിടെ ഫുൾ അവധിയാണ്, ഒരു ഓഫീസുകളും തുറക്കത്തില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ പറഞ്ഞു, നീ ഒന്ന് പോയി നോക്ക്, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അന്നേരം ഇവൾ പോയി നോക്കി പോസ്റ്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞപ്പം മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ നേരത്തെ നോക്കാത്തത് കൊണ്ടാണ്, ഇത് വെള്ളിയാഴ്ച വന്നിട്ടുണ്ടാവും, എന്തായാലും ശനിയാഴ്ചയും ഞായറാഴ്ചയും വരാൻ യാതൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ പറഞ്ഞു ഇല്ല, വന്നിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അത് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇതെന്തോ അത്ഭുതം നടന്നതാണ്, ഒരു കാരണവശാലും ഞായറാഴ്ച വരാൻ യാതൊരു സാധ്യതയില്ല എന്ന്. ഞാൻ ശനിയാഴ്ച പോയി പോസ്റ്റ് ബോക്സ് നോക്കിയതായിരുന്നു. ശനിയാഴ്ച വൈകിട്ടാണ് നോക്കിയത്, അതുവരെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി തിരിച്ചു വന്ന് വീണ്ടും ഞാൻ എടുത്തു വെച്ച ഡോക്യുമെൻറ്റിൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ പോയി പോസ്റ്റ് ബോക്സ് തുറന്നു നോക്കുന്നത്. അപ്പോൾ അതിലൊരു മെയിൽ വന്ന് കിടപ്പുണ്ട്. ഞാൻ അത് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് 6 മാസത്തെ താൽക്കാലിക വിസയായിരുന്നു. അതിനുശേഷം ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു. അടുത്ത ദിവസം അവരെ കൊണ്ടുപോയി ഏൽപ്പിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ഞായറാഴ്ച വരാൻ ഒരു സാധ്യതയില്ല, നിങ്ങൾ വെള്ളിയാഴ്ച നോക്കാത്തതാണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വഴക്ക് പറഞ്ഞു. പക്ഷേ എനിക്ക് ഉറപ്പാണ്, ഞാൻ ശനിയാഴ്ച നോക്കിയതാണോ ഒന്നുമില്ലായിരുന്നു, അത് ഞായറാഴ്ച തന്നെയാണ് വന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അതിനുശേഷം തിങ്കളാഴ്ച 30-ാം തീയതി അവിടെ പോയി സംസാരിക്കാൻ, അവരുടെ കാല് പിടിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അവരുടെ കാല് പിടിക്കേണ്ട ഒരു ആവശ്യവും വന്നില്ല. 30-ാം തീയതി എനിക്ക് ഡേറ്റ് കിട്ടുകയാണ് ചെയ്തത് വിസയ്ക്കുള്ളത്. അങ്ങനെ എനിക്ക് 3 വർഷത്തെ വിസ ഇപ്പോൾ അനുവദിച്ച് കിട്ടി. അതിനുശേഷം ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്തത്, ഞാൻ ഇവിടുന്ന് പോയപ്പോൾ 1 മാസത്തേക്ക് ജർമ്മൻ പത്രം ഞാൻ കൊണ്ടുപോയിരുന്നു. അത് അവിടെ കൊണ്ടുപോയി ജർമ്മൻകാർക്ക് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവിടെ ഏറ്റവും കൂടുതൽ പന്തക്കുസ്ത ക്രിസ്ത്യാനികളായതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും അത് മേടിക്കുകയോ ഞാൻ പറയുന്നത് കേൾക്കാനോ പോലും നിന്നിരുന്നില്ല. പക്ഷേ എല്ലാ പത്രവും ഞാൻ കൊടുത്തു തീർത്തു. അതിനുശേഷം എല്ലാ മാസവും ഞാൻ അമ്മയ്ക്ക് പൈസ കൊടുക്കും, കൃപാസനം പത്രം മേടിക്കാനും കാരുണ്യപ്രവർത്തികൾ ചെയ്യാനുമായിട്ട് പൈസ അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്തിരുന്നത്. പിന്നെ ഉടമ്പടി പ്രാർത്ഥന, ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി പ്രാർത്ഥനകളിൽ ഉപവാസം എടുത്ത് ഞാൻ പങ്കുചേരുമായിരുന്നു. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലും ഞാൻ സ്ഥിരമായി തന്നെ പങ്കുചേരുമായിരുന്നു.
ഞങ്ങൾ പത്രം കൊടുത്തിരുന്നത് നെടുങ്കണ്ട സിറ്റിയിലാണ്. അത് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് കൊണ്ടുപോയി അന്നത്തെ ദിവസം പ്രാർത്ഥിക്കും. അർഹതപ്പെട്ടവരുടെ കയ്യിലെത്താൻ വേണ്ടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം ഞങ്ങൾ കൊടുക്കുമ്പം ചിലവരൊന്നും മേടിക്കാറില്ല. അപ്പോൾ ഞങ്ങളത് തിരികെ മേടിച്ചിട്ട് ഞങ്ങളപ്പം ഇങ്ങനെ പറയും, ഇത് അർഹതപ്പെട്ട ആരുടെയോ കയ്യിലെത്താനാണ് അത് അവർ മേടിക്കാതിരുന്നത് എന്ന് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ മാതാവ് എനിക്ക് മറ്റുള്ളവർക്കായിട്ട് സാധിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് കോടാനുകോടി നന്ദി. ഉണ്ണീശോയ്ക്കും മാതാവിന് 1 കോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.